പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യബന്ധം നാളെയുടെ കാവൽക്കാരായ കുരുന്നുകൾക്ക് പകർന്നേകി ഇടയിലക്കാട്ടിൽ ലോക ജൈവ വൈവിധ്യ ദിനാചരണം കാസർഗോഡ് ജില്ലാ ജൈവ വൈവിധ്യ ബോർഡും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. G-Tech Computer Education കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും 2024 ഏപ്രിൽ 4 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ. കോൺടാക്ട് 7736100443. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട് കാവിലും ALP സ്കൂളിലുമായി കാവിന് കാവലായി എന്ന പേരിലാണ് ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ഇടയിലക്കാട് സ്കൂളിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ മരം പരിപാടിയുടെ ഭാഗമായിട്ട് നട്ടിരിക്കുന്ന മരവും അതിലൊരു തളിര് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിലൊരു പക്ഷിക്കൂട് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ നട്ട ചെടിയിൽ ഒരു പൂമ്പാറ്റ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ 1000 കുട്ടികൾ നട്ട 1000 ചെടികളിൽ 1000 പൂമ്പാറ്റയും പക്ഷികളും ഒക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് ഭൂമിക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലെ, ഭൂമിക്ക് മൊത്തം ജീവജാലങ്ങൾക്ക് നൽകുന്ന ഒരു സന്തോഷം. കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കാവുകളിലെ ജൈവ വൈവിധ്യവും സംരക്ഷണ പ്രവർത്തനങ്ങളും, കൂക്കാൽ ജൈവ വൈവിധ്യ ദിന പ്രമേയം പദ്ധതിയുടെ ഭാഗമാവാം, കാവിനെ അറിയാൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ വി സന്തോഷ് കുമാർ, എ അനിൽകുമാർ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്ലാസുകളെടുത്തു. തുടർന്ന് ഇടയിലക്കാട് കാവിൽ ജൈവ വൈവിധ്യ സമ്പത്തുകൾ നേരിട്ട് കണ്ടറിയുവാൻ ക്ലാസ്സിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും BMC അംഗങ്ങളും ജനപ്രതിനിധികളും ഇടയിലക്കാട് കാവിലെത്തി. ചടങ്ങിൽ വലിയപറമ്പ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രദീപൻ, ജില്ലാ കോർഡിനേറ്റർ പി അഖില എന്നിവർ സംസാരിച്ചു. ദിനാചരണ ഭാഗമായി വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ഇടയിലക്കാട് കാവ് ശുചീകരിക്കുകയും വാനവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.